അപ്പോൾ പാചകമൊക്കെ എങ്ങനെയാണ് വീട്ടിൽ? പാചകം ഷാൻജിയോ ഉണ്ടെങ്കിൽ പാചകം ചെയ്യും, ഷാൻജിയോ ഇല്ലെങ്കിൽ പാചകം ചെയ്യില്ല. ഇനി ആരാ ഷാൻജിയോ എന്നറിയോ? യൂട്യൂബിൽ കുക്ക് ചെയ്യുന്ന ഷാൻജിയോന്ന് അറിയില്ല, ഇച്ചിരി മുട്ടയായിട്ട് സ്പെക്സ് ഒക്കെ വെച്ചിട്ട്. ഞങ്ങൾ എല്ലാവരുടെയും, അതായത് ഞങ്ങളുടെ ഷാൻജിയോ ആണോ ഞങ്ങളുടെ പാചകം തുടങ്ങുന്നത്, ഫസ്റ്റ് പാചകം തുടങ്ങുന്നത് ACVയിൽ ഹോട്ട് ആൻഡ് സ്പൈസി എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ട്, പല സ്ഥലങ്ങളിൽ പോയിട്ട് കുക്ക് ചെയ്യുന്നതിൻ്റെയാണ്. അത് പക്ഷെ കുക്ക് ചെയ്യുന്ന അവർ കുക്ക് ചെയ്യും, ഞാൻ വെറുതെ അതിനെപ്പറ്റി വാചകം അടിച്ച് നിൽക്കുകയാണ്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു, അപ്പോൾ എനിക്ക് വലിയ കുക്കിംഗ് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് കൈരളിക്ക് വേണ്ടി സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്ന് പറഞ്ഞിട്ടൊരു ഷോ ചെയ്തു. അപ്പോഴും അവർ കുക്ക് ചെയ്യുന്നു, ഞാൻ വാചകം അടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറുന്ന വീടെന്ന് പറയുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് എന്ന് പറയുന്നത് ഫുഡിൻ്റെ ആൾക്കാരാണ്. അവിടെ എന്നെ രക്ഷിച്ചത് ഷാൻ ജിയോ എന്ന് പറയുന്ന യൂട്യൂബറാണ്. അതെല്ലാ ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റും, ഗേൾസിന് മാത്രമല്ല ബാച്ചിലേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ പുള്ളിക്കാരൻ എന്തൊക്കെ ഉണ്ടാക്കുന്നോ അതൊക്കെയായിരുന്നു ഞാനും വീട്ടിലുണ്ടാക്കുന്നത്. കിച്ചണിൽ വൈഫൈ കുറച്ച് സ്ലോ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് ഫ്രണ്ട് റൂമിൽ പോകും. അപ്പോൾ അവർ എന്ത് പറ്റും, ഞാൻ ഒന്നുമില്ല വെറുതെ വരുന്നത്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും, സവോള ഇട്ടിട്ട് ചിലപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും ലോഡിങ്. പിന്നെ ഇപ്പം അത്യാവശ്യം കുക്ക് ചെയ്യാൻ എനിക്ക് ഇപ്പം ഇഷ്ടമാണ്. ഐ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. എനിക്ക് ഭയങ്കര എന്ത് കുക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് തുടക്കത്തിൻ്റെ ഒരു ആവേശം ഉണ്ടാവുമല്ലോ, ഒരു പ്ലേറ്റ് എടുത്ത് അതിലെല്ലാം അരിഞ്ഞ് ആദ്യം വെക്കുന്നു, പാത്രം ഒരിടത്ത് വെക്കുന്നു, എണ്ണ വെക്കുന്നു, വേണ്ട സാധനങ്ങളൊക്കെ വെക്കുന്നു, അങ്ങനെയാണ് ഇപ്പോഴത്തെ കുക്കിംഗ്. പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും.